എന്നത്തെയും പോലെ തന്നെ പതിവ് പോലെ രാവിലെ എഴുന്നേറ്റ പാടെ തന്നെ വെട്ടം കയറാൻ വേണ്ടിയിട്ട് ജനൽക്കരനൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു കേട്ടോ. പിന്നെ കിടക്കയൊക്കെ ഒന്ന് വിരിച്ചിട്ടു. നേരെ അടുക്കളയിലേക്ക് വന്നേ. ഇന്ന് എന്നാന്ന് അറിയത്തില്ല, ഭയങ്കര ദാഹം രാവിലെ തൊട്ട് തുടങ്ങിയതാണ്. പനിക്കൂർക്ക ഇട്ട് തിളപ്പിച്ച വെള്ളം ഉണ്ടായിരുന്നു, അതങ്ങ് കുടിച്ചു ഒരു ഗ്ലാസ്. ആ വെള്ളം അങ്ങോട്ട് ഉള്ളിലേക്ക് ചെന്നപ്പോൾ ഉണ്ടല്ലോ എന്തൊരു ആശ്വാസമായിരുന്നെന്ന്. പിന്നെ നേരെ കഥയൊക്കെ തുറന്ന് പുറത്തേക്ക് വന്ന് നോക്കിയേ ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട്, അന്തരീക്ഷം എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ കുറച്ചേറെ ഇരുന്നും വീക്ഷിച്ചേ. ഹാങ് ചെയ്ത പ്ലാന്റ്സിന് വെള്ളം ഒഴിച്ചിട്ട് 2 ദിവസമായിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ നനവുണ്ടോ എന്ന് അറിയാൻ വേണ്ടി എൻ്റെ ചുവടൊന്ന് തൊട്ട് നോക്കിയേ. നനവുണ്ടായിരുന്നില്ല കേട്ടോ, ഉണങ്ങിയിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അത് അതിനിടയ്ക്ക് നിന്ന് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു തൈ. അപ്പം ഞാൻ അമ്മയെ കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു മുളകിൻ്റെ തൈയാണ്. ഈയോടെ അത് അമ്മയെ ഏൽപ്പിച്ചു. പുതിനയില പോലെ ഇരിക്കുന്ന ഈ ഒരു ലീവ്സ് കാണാൻ നല്ല രസമില്ലേ, ഹാങ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. നിലത്ത് പരവതാനി പോലെ വിരിക്കുന്ന പ്ലാന്റ് ആണേ ഉണങ്ങിപ്പോയി. പിന്നെ നമ്മുടെ ഉമ്മറ ഭാഗത്തിരിക്കുന്ന മാസമാർക്കും ക്രിസ്മസ് ചെടിക്കും ഒക്കെ ഞാൻ കുറച്ചീച്ച വെള്ളം ഒഴിച്ചു കൊടുത്തേ. അവരുടെ ഒപ്പം തന്നെ കൂട്ടത്തിലിരിക്കുന്ന എല്ലാ ചെടികൾക്കും കുറച്ച് വീതം കൊടുത്തേ. പിന്നെ നേരെ അടുക്കളയിലേക്ക് കയറി വന്നു. രാവിലെ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു, പിന്നെ ഞാൻ ഗൗനിച്ചില്ല അധികം. പിന്നെ നേരെ അടുക്കളയിലേക്ക് പോന്നു. രാവിലെ കള്ളപ്പമാണേ. കള്ളപ്പത്തിൻ്റെ കൂടെ നല്ല ലഗോൺ ചിക്കൻ്റെ കറിയും ഉണ്ടേ. ഇന്നലെ വൈകുന്നേരം വെച്ച കറിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ചൂടാക്കി എടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള ഒരു 5-6 അപ്പം ഞാനങ്ങ് ചുട്ടെടുത്തേ. 5 ചുട്ടിട്ടുള്ളൂ കേട്ടോ, അത്രയും ഞാൻ കഴിക്കുള്ളൂ. 1-2 കൊച്ചും കഴിക്കും കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ളതെല്ലാം ചുട്ടെടുത്തതിന് ശേഷം ഞാനും കൊച്ചു ഇതാ ഉമ്മർത്ത് വന്നിരുന്ന് കഴിക്കുവാണ് കേട്ടോ. അവൻ പിന്നെ ചിക്കൻ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ഐറ്റംസും കഴിക്കും. എരിവൊന്നും അവനൊരു വിഷയമേ അല്ല കേട്ടോ.